മോദി സർക്കാരിനും സതീശൻ സർക്കാരിനുമെതിരായ വാർത്തകൾ നീക്കം ചെയ്ത് മെറ്റ. ഫേസ്ബുക്കും ഇൻസ്റ്റയും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ നീക്കം ചെയ്തത് കൈരളിയുടേത് അടക്കമുള്ള വാർത്തകളാണ്. ഇടത് പ്രൊഫൈലുകളിൽ നിന്നുള്ള സർക്കാരിനെതിരായ വാർത്തകളും നീക്കം ചെയ്തവയിൽ പെടുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നവജിത്ത് ചേരുകയാണ്. നവജിത്ത്, മോദി സർക്കാർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വി ഡി സതീശൻ സർക്കാർ ചെയ്യുന്നത്. വിമർശനങ്ങളുടെ എല്ലാ സാധ്യതകളും അടയ്ക്കുന്നു. സർക്കാരിനെതിരായ വാർത്തകൾ ഇല്ലാതാക്കുക, അതിന് IT റൂൾ ഉപയോഗിച്ചുകൊണ്ട് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകുക, വാർത്തകൾ ഇല്ലാതാക്കുക. എന്താണ് ഈ രാജ്യത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു ദേശീയ മാധ്യമത്തിന് വി ഡി സതീശൻ നൽകിയ ഒരു അഭിമുഖം വൈറലായിരുന്നു. ആ അഭിമുഖത്തിൽ സതീശൻ പറയുന്നത് ഇപ്രകാരമാണ്: സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുമുള്ള വാർത്തകളുടെ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റ നീക്കം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ വാർത്തകൾ, ഇന്ത്യയിലുള്ള ഉപഭോക്താക്കൾക്ക് ഈ വാർത്തകളും കാർഡുകളും കാണുവാൻ സാധിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലെ ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്ന റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ മെറ്റ കണ്ടൻറ്റുകൾ റിമൂവ് ചെയ്യുന്നത്. സർക്കാരിനെതിരായ കാർഡുകളും വീഡിയോകളും ഫേസ്ബുക്ക് നീക്കുന്നതും IT റൂളിൻ്റെ മറവിലാണ് മെറ്റയെ കൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ നീക്കം ചെയ്യുന്നത്. കൈരളി ന്യൂസ് നൽകിയ RSS വക്താവ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കേരള സർക്കാർ താമസിക്കുന്നതിനെ പറ്റി കൊടുത്തൊരു കാർഡാണ് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ച് നൽകണം എന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ട വാർത്തയുടെ കാർഡും മെറ്റ ഇതേപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മെറ്റയിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരായ വാർത്തകൾ നീക്കം ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും തങ്ങൾക്കെതിരായ വാർത്തകൾ മെറ്റയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതും അങ്ങനെ നീക്കം ചെയ്തിരിക്കുന്നതുമായിട്ടുള്ളത്. നവജിത്ത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ നേരത്തെ നവജിത്ത് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ TG മോഹൻദാസിനെ തൊടാൻ അറസ്റ്റ് ചെയ്യാൻ പേടിയോ എന്ന വാർത്ത സ്വാഭാവികം. നമുക്കറിയാം 11 ദിവസത്തിന് ശേഷമാണ് TG മോഹൻദാസിനെ പോലീസ് വലിയ വിവാദങ്ങൾക്ക് ശേഷം, അതായത് കൈരളി ന്യൂസ് അടക്കം വാർത്തകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. അതായത് നേരത്തെ തന്നെ രാജ്യത്തെ പല പ്രമുഖ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കടക്കം കൂച്ചുവിലങ്ങിടാൻ മോദി സർക്കാർ ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. വളരെ പ്രമുഖ കാരവനടക്കമുള്ള മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ, വാർത്തകൾ ഡിലീറ്റ് ചെയ്യാൻ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സമാനമായ രീതിയിൽ, അതായത് മോഡി എന്താണോ ഇച്ഛിക്കുന്നത്, മോഡി എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ വി ഡി സതീശൻ സർക്കാരും ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം, ഈ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം എല്ലാ തരത്തിലും ജനവിരുദ്ധമായ നടപടികൾ കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായും വാർത്ത കൈരളി അടക്കം കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. വാർത്ത കൊടുക്കുകയും ചെയ്യും. അത് ഒരു ജനങ്ങളുടെ നാവിന് വിലങ്ങിടുന്നതിന് തുല്യം തന്നെയല്ലേ ഈ മെറ്റയുടെ ഈ നടപടി ഇപ്പോൾ? തീർച്ചയായും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കാതിരിക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പറയുന്നത് മാത്രം ജനങ്ങൾ അറിഞ്ഞാൽ മതി, ഞങ്ങൾക്കെതിരായ ഒന്നും ജനങ്ങൾ അറിയേണ്ട ആവശ്യകതയില്ല എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് എതിരായിട്ടുള്ള വാർത്തകളുടെ കാർഡുകളും മറ്റു വാർത്തകളും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്. ആദ്യം കൈരളി ന്യൂസിൻ്റെ ആദ്യം റിമൂവ് ചെയ്യപ്പെട്ടൊരു കാർഡ് സമ്പന്നരെ അതിസമ്പന്നരാക്കുന്ന നയങ്ങളാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത് എന്ന് മോദിയെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ വിമർശിക്കുന്നതിനെ പറ്റിയുള്ളൊരു കാർഡാണ് ആദ്യം നീക്കം ചെയ്യുന്നത്. അതിൻ്റെ പുറകെയാണ് ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വാർത്തയുടെ കാർഡ് നീക്കം ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് നിർത്തിയത്, അതിനെതിരായുള്ള കാർഡുകളുമാണ് നീക്കം ചെയ്തിരിക്കുന്നത്. അതായത് ജനങ്ങൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടുന്നതും സർക്കാരിൻ്റെ പ്രവർത്തികൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി, ജനവിരുദ്ധമായ നയങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാർത്തകളെല്ലാം നീക്കം ചെയ്യുക, ഇതൊന്നും ജനങ്ങൾ അറിയരുത് എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. IT റൂളിനെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ വാർത്തകൾ അതായത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുകയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതായത് നിലവിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏതൊരാൾക്കും അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും രേഖപ്പെടുത്താം. അങ്ങനെ ഒരു വ്യക്തി രേഖപ്പെടുത്തിയാലും കൈരളി പോലുള്ളൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു വാർത്തയായാൽ പോലും മെറ്റ നീക്കം ചെയ്യും. അതുതന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നവർക്കെതിരായുള്ള ആക്രമണം ഇപ്പോൾ മാത്രമല്ല തുടങ്ങിയിരിക്കുന്നത്, ഇതിനു മുൻപേ പോലീസിനെ ഉപയോഗിച്ചും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലോഡ് ഷെഡിങ്ങിനെതിരെ വീഡിയോ ഇട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ ഫോൺ പോലീസ് പിടിച്ചു വെക്കുന്നു മുതലായ വാർത്തകൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളുടെ വാർത്തകൾക്കും കൂച്ചുവിലം കിട്ടിയിരിക്കുന്നത്. ഈ നിലവിൽ നവജിത്ത്, നിലവിൽ എപ്പോൾ മുതലാണ് ഇത് ബോധ്യപ്പെട്ടുള്ളത്? നമുക്കറിയാൻ കഴിയുന്നത് ഈ പിണറായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുള്ളത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. TG മോഹൻദാസിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പായിരിക്കണം അത്തരത്തിലൊരു കാർഡ് ഇറങ്ങാനും സാധ്യത. അതായത് ഒരു ആഴ്ചക്കിടെ ഉണ്ടായ വാർത്തകളൊക്കെ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്
ഫേസ്ബുക്കിൽ നിന്നും മറ്റേ ഈ ഇൻസ്റ്റയിൽ നിന്നും? ആദ്യം മോദിക്കെതിരായുള്ള കാർഡുകളാണ് ഇതേപോലെ അപ്രത്യക്ഷമാവാൻ തുടങ്ങിയത്. അത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള കാർഡുകൾ ഓരോന്നോരോന്നായിട്ട് അപ്രത്യക്ഷമാകുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ ചില കണ്ടന്റുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില നോംസ് ഗൈഡ് ലൈൻസ് ഉണ്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ. അത് ലംഘിക്കുകയാണെങ്കിൽ അവർ നീക്കം ചെയ്യാറുണ്ട്. കമ്മ്യൂണിറ്റി ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകൾ ഡിലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഒഫീഷ്യലായുള്ള വിശദീകരണം മെറ്റയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ നിലവിൽ ഒഫീഷ്യലായിട്ടൊരു ഒരു കാര്യങ്ങളും നമ്മളെ അറിയിച്ചിട്ടില്ല. നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജിൽ മെറ്റ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾ പ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു മെസ്സേജാണ് മെറ്റയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉപയോഗിച്ചുള്ള നിയന്ത്രണമൊന്നുമല്ല ഇത്. കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉപയോഗിച്ചുള്ള നിയന്ത്രണങ്ങൾ പ്രകാരം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെയും ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രങ്ങളോ ഒരു വിവരങ്ങളോ ഈ വാർത്തകൾക്കകത്തൊന്നുമേ ഇല്ല. കാര്യം ഒരു വിദ്യാർത്ഥികൾക്കെതിരെ പ്രസ്താവന നടത്തിയ BJPയുടെ ഒരു നേതാവിനെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു നേതാവിനെ കേരള സർക്കാർ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്ന കാർഡിൽ എന്ത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആണ് ലംഘിക്കപ്പെടുന്നത്? അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇനി മുതൽ ആളുകളുടെ കയ്യിൽ നേരിട്ട് എത്തിക്കില്ല, അത് ബാങ്കുകൾ വഴി മാത്രമേ വിതരണം ചെയ്യൂ എന്ന് പറയുന്ന വാർത്തയ്ക്കകത്തൊന്നും ഒരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലംഘനവും നടന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനെതിരെയാണ്. അതായത് സർക്കാരിനെതിരായുള്ള വാർത്ത, സർക്കാരിൻ്റെ മോശമായ പ്രവർത്തികൾ ജനങ്ങൾ അറിയരുത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾ അറിയാൻ പാടുള്ളൂ, ഞങ്ങളുടെ നാവായി സോഷ്യൽ മീഡിയയും മറ്റും മാറണം എന്നുള്ള ചിന്താഗതിയുടെ പുറത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നവജിത്ത്, നമുക്കറിയാം നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കം പരിശോധിക്കുമ്പോൾ നേരത്തെ സോഷ്യൽ മീഡിയയിലടക്കം മേധാവിത്വം പുലർത്തിയിരുന്ന സംഘപരിവാർ ശക്തികൾ അതിനുശേഷം ദില്ലിയിൽ ജന്തർ മന്ദർ സമരം നമ്മൾ കണ്ടതാണ്. ആ സമരത്തെ നേരിടാൻ പോലും ഈ ഫേസ്ബുക്കിൽ അതോടൊപ്പം ഇൻ്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചുകൊണ്ടുള്ള നിലപാട് അവിടെ എടുക്കുകയും ചെയ്തു. സമാന്തര മാർഗ്ഗങ്ങൾ അന്ന് ജെൻസി ഈ സമരം നടത്തിയവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ നേരത്തെ നവജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കറണ്ട് പോയതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കുകയും പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു. ഒരേ സമയം തന്നെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളെ, സമൂഹ മാധ്യമങ്ങളെ വരുതിയിലാക്കിക്കൊണ്ട് ഈ വാർത്തകൾ, സർക്കാർ വിരുദ്ധ വാർത്തകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, മോദി ഏത് വഴിയിലാണോ അതേ വഴിയിൽ വീഡിയും നീങ്ങുന്നു. ജന്തർ മന്ദറിലെ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിയത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി സർക്കാരിനെതിരെ ജനങ്ങൾ അണിനിരക്കുകയും സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു.